എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പം പുളിയമ്മല കട്ടപ്പന പോലീസ് വളവിലാണ് നിൽക്കുന്നത്. നമ്മൾ പുളിയമ്മല ഭാഗത്തേക്കൊക്കെ പോകുന്നത് മഴച്ചാറ്റിലൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകും വഴിയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുവരാം. പോലീസ് വളവ് വഴി ഒരു ബസ് കയറി വരുന്നുണ്ടോ, ജയ്മേരി. മഴ സ്ട്രോങ് ആവും കേട്ടോ. മഴ വന്നാൽ പാടാം. അത് ഉപ്പോറ വളവോട് നെടുങ്കണ്ടമൊക്കെ പോകുന്ന വണ്ടിയാണേ. ഇപ്പോൾ നെടുങ്കണ്ടത്തിനാണ് പോകുന്നത്. ഈ വഴിക്ക് നമുക്ക് മുകളിലോട്ട് പോകണം കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഇൻട്രോ പറഞ്ഞാൽ എന്നാണെന്നറിയാമോ, അന്നേരം മഴ ഇങ്ങനെ ചാറിൽ കൂടി വന്നേ. ഇപ്പോഴും മഴ ചാറുന്നുണ്ട്. നമ്മുടെ ഈ ക്യാമറയുടെ അടിയിലൊരു പവർ ബാങ്ക് യൂണിറ്റ് ഉണ്ട് കേട്ടോ. അത് മഴത്തുള്ളിയൊന്നും വീണ് കുളമാകാൻ പാടില്ല, അതുകൊണ്ടാണേ. ഇപ്പോൾ താഴേന്നൊരു പ്രിയദർശിനി ബസ്സൊക്കെ ഇങ്ങനെ ഈ പോലീസ് വളവിൽ കൂടെ കയറി പോകുന്ന നമുക്ക് കാണാവേ. കമ്പംമെട്ടിന് പോകുന്ന വണ്ടിയാണ് കേട്ടോ. കമ്പത്തിന് അതിലുള്ള വണ്ടി ഇപ്പോൾ പോകത്തില്ല, വഴിപണി നടക്കുന്നതുകൊണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല വളവുകളൊക്കെയാണ് കേട്ടോ. ഒരു 4-5 വളവുണ്ട് ഈ പുളിയമ്മലക്കയറ്റവേ. ഞാനിപ്പോൾ ഷർട്ടിൻ്റെ അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്യാമറ. ഇതേ വരുന്നൊരു പ്രിയദർശിനിക്കൊക്കെ ഇവിടുന്ന് കമ്പം പോകാനിപ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ. കമ്പംമെട്ടിലെ റോഡ് പണി നടക്കുന്നതുകൊണ്ട്. വീണ്ടും ഒരു വളവ്. ഇപ്പോൾ നമ്മളൊരു 3 വളവ് കഴിഞ്ഞു കേട്ടോ. 3 4 4 വീണ്ടും അടുത്തൊരു വളവും കൂടെ. ഇനി വളവില്ല കേട്ടോ. ഹിൽ ടോപ്പിലെത്തി കേട്ടോ. ഹിൽ ടോപ്പ് ഹിൽ ടോപ്പിൽ നമുക്ക് കുറച്ച് നേരം നിന്നിട്ട് പോകോ. ഇവിടെ എല്ലാം ചെളിയാണ്. വഴി സൈഡിൽ അവിടെ നിൽക്കാൻ പറ്റില്ല, വണ്ടി കയറ്റി ചെളിയുടെ കളിയാണ്. നമുക്ക് ഹിൽ ടോപ്പ് അപ്പുറത്ത് പള്ളിയിലവിടെ പോയി നിൽക്കാവേ. ഹിൽ ടോപ്പിലെ കുരിശുപള്ളിയൊക്കെ ആണേ. നേരെ പോയാൽ പുളിയമ്മല. ഈ വഴി നമുക്ക് അങ്ങനെ ഓടിച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. വഴിയിൽ തിരക്ക് കൂടുതലുണ്ടേ. ഈ റോഡ് തൊടുപുഴ പുളിയമ്മല സംസ്ഥാന പാതയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ലുക്കുമില്ല. ടാറിങ്ങെല്ലാം പോയി കിടക്കും. ഇപ്പോൾ ഭയങ്കര മോശമായ രീതിയിലാണ് ഇപ്പോൾ റോഡുള്ളത്. ഇത് റീടാറിങ്ങൊക്കെ ചെയ്യണം. ഇവിടെ വന്നപ്പോൾ ഏതായാലും ആ മഴയുടെ പ്രശ്നം കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. പുളിയമ്മല CMI കാർമേൽ ഹിൽസ് ആണ് കേട്ടോ ക്യാമ്പസ് പുളിയമ്മല. ഈയിടയ്ക്ക് ഒരു പുതിയ ഗ്രോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലെ അങ്ങോട്ട് കയറി ചെന്നാൽ പള്ളി, സ്കൂള്, അങ്ങനെ കുറേ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അവരങ്ങോട്ടൊന്നും കയറിയൊന്നും എടുപ്പിക്കാൻ സമ്മതിക്കില്ല. ഇത് ഈയിടയ്ക്ക് നല്ല രീതിയിൽ അവരിങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കാഴ്ച ഇച്ചിരി അടുത്ത് പോയെന്ന് കാണാം. ഇവിടെ നല്ലൊരു വെള്ളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഒക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് പുതുതായിട്ട് ഇപ്പം നിർമ്മിച്ചാണ് ആ ഒരു ഈശോയുടെ ഒരു ഇതുണ്ടോ, മലയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ. ഇല്ല, ഇങ്ങനെയാണ് സ്കൂളിലോട്ട് അങ്ങോട്ട് കയറി പോകുന്ന വഴി. ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. മുകളിലായിട്ട് പള്ളിയുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പുളിയമ്മല എത്തി കേട്ടോ. പുളിയമ്മലയിൽ നിന്ന് അങ്ങോട്ടുള്ള വഴിക്ക് പോയാൽ കുമിളി ഭാഗത്തേക്കൊക്കെ പോകാം കേട്ടോ. ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നെടുങ്കണ്ടം ഭാഗത്തേക്ക് പോകാം. നെടുങ്കണ്ടം 3 ബൈക്കിലേക്ക് ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ജംഗ്ഷനാണ്. തമിഴ്നാട്ടുകാരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടുത്തെ കൂടുതലും താമസക്കാർ. അപ്പോൾ ഏലകൃഷിക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇതിലൊക്കെ തൊഴിലിലൊക്കെ ആയിട്ട് നിന്ന ആൾക്കാരാണ്. പുളിയമ്മല ടൗൺ നമുക്ക് അങ്ങോട്ടൊന്ന് കാണാം കേട്ടോ. അങ്ങോട്ട് ഇച്ചിരി ഈ വെട്ടം അടിക്കുന്നൊരു ഭാഗമാണ്. നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇച്ചിരി വെളിച്ചക്കുറവായിരിക്കും. ഒന്നാമത് മഴക്കാറാണ് ഇവിടെ, കണ്ടമാനം മഴക്കാറാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്കാണ് നമ്മൾ പോകുന്നത്.
അന്യാർതുള്ള ഭാഗത്തേക്ക്. അങ്ങോട്ട് ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ കുറ്റടി, അണക്കര, കുമ്മളി ആ റൂട്ടിലാണേ. നമ്മൾ ഈ വഴിക്കാണ് കയറി പോകുന്നത്. ഇവിടെ എല്ലാം കൂടുതലും ഈ ഏലം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഏലത്തിൻ്റെ മരുന്ന്, ഏലം കായൊക്കെ എടുക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കച്ചവടങ്ങളാണ് ഈ വഴിക്ക് കൂടുതലും. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുമാണ്. മരുന്ന് കടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ പോകുന്ന വഴിക്ക്. ഇതുണ്ട് ഇവിടെയൊക്കെ. ആ ഒരു ഓട്ടോ പോകുന്നുണ്ടോ, ആ വഴിക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. കുളത്തുമ്മേട്, ആമയാറ്, കേമക്കടവ് ഷോർട്ട് കട്ട് ചാടി നമുക്ക് അതിലേ അങ്ങനെ പോകാൻ പറ്റുമേ. നമുക്ക് പോകേണ്ടത് പക്ഷേ ഈ ഒരു വഴിക്കാണ്. ഇതാണ് അന്യാർത്തുമൊക്കെ പോകുന്ന വഴി. മഴയുടെ മോടയുണ്ട്, പക്ഷേ നല്ല രീതിയിലൊന്നും മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ. മഴ ഇങ്ങനെ തൂളൽ വരും, തൂളലായിട്ടുള്ള മഴകളാണ് വരുന്നത്. അതൊക്കെ എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിയാണ്. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട്, ഇതാണ് അന്യാർത്തുള്ളു കയറി പോകുന്ന വഴി. അടിപൊളി ഏലത്തോട്ടങ്ങളൊക്കെയാണ് പോകുന്ന വഴിക്കുള്ളത്. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അവിടെ നിന്ന സമയത്ത് മഴയില്ലായിരുന്നു. ഇപ്പോൾ അവിടെ ചാറ്റമഴ വീണ്ടും അടിക്കാൻ തുടങ്ങിയേ. മഴ ഒരുമാതിരി വൃത്തികെട്ട മഴയാന്ന് പറഞ്ഞാൽ മതി. പെയ്യുവാണെങ്കിൽ നല്ലോണം പെയ്ത് പോകുമോ, അതുമില്ല. ഇപ്രാവശ്യം മൊത്തത്തിൽ മഴ കുറവാണ്. ഏലത്തിനൊക്കെ നല്ല വിലയാണ്. 4000 രൂപയ്ക്ക് ഇപ്പോൾ വിലയുണ്ടെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം 5000 ഒക്കെ വരുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്നറിയില്ല. ഏലത്തിന് വില കൂടിയാൽ എല്ലാ തരത്തിലും നമുക്കൊക്കെ ആയിട്ട് കുറേ കച്ചവടങ്ങളൊക്കെ നടക്കും. ഏലത്തിന് 2500 വരെ അങ്ങോട്ടൊക്കെ വില ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കയറി 3000 ആയി, 4000 ആയി. കായില്ല, അതുകൊണ്ടാണ് മഴ കുറഞ്ഞതുകൊണ്ടേ. അതാണ് പ്രശ്നം. ഇപ്പം മഴയൊക്കെ ആകുമ്പോൾ കായ ആവുമായിരിക്കും. ഇന്നെന്താ പഠിത്തമൊന്നുമില്ല, പിള്ളേരൊക്കെ നടക്കുന്ന നോക്കി. ഈ ഭാഗത്തൊക്കെ കുറേ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, കൂടുതലും ഈ തമിഴ്നാട്ടുകാരായ ആൾക്കാരുടെ വീടുകളാണ്. പണ്ട് ഈ ഏലത്തിൻ്റെ പണിക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കുടിയേറി വന്ന ആൾക്കാരാണ്. അവർ പിന്നെ പോയില്ല, ഇവിടെ തന്നെ അവരങ്ങ് കൂടി. കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ തമിഴ്നാട് ബോർഡറിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ കിട്ടുമേ. കാരണം ഈ ഭാഗത്തോട്ടൊക്കെ മഴ വരുന്നത് താമസിച്ചാണ്. അത് കാരണം വെയിലൊക്കെ ഉണ്ട്. മുന്നോട്ട് പറയാനൊക്കത്തില്ല ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്. ഇപ്പോൾ തമിഴ്നാട് ബോർഡറാണോ പുറത്താണോ മഴ പെയ്തതെന്നൊന്നും പറയാൻ. ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടപ്പുണ്ട്. നേരത്തെ കണ്ട് മഴ പെയ്തോലുണ്ടല്ലോ. നല്ല പച്ചപ്പുണ്ട് കേട്ടോ. അന്യാർത്തുളു എൻട്രൻസ് ആയി കേട്ടോ. ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ട്, ഒരു പച്ച ബോർഡ്. അന്യാർത്തുളു. ഇവിടെ മുതൽ അങ്ങോട്ട് അന്യാർത്തുളുവാണ്. അന്യാർത്തുളു ഈ പറയുന്ന പോലെ വലിയൊരു സിറ്റിയൊന്നുമല്ല, ഒരു ചെറിയ ഗ്രാമം. അതിനെ ചുറ്റിപ്പറ്റി കുറേ വീടുകളും കടകളും, അവിടെ ഒരു ആശുപത്രിയുണ്ട്, പള്ളിയുണ്ട്, സ്കൂളുണ്ട്. അന്യാർത്തുളു സിറ്റിയിലെ കാഴ്ചകൾ കാണാം കേട്ടോ. അവിടെ ഏലക്കൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ, വലിയൊരു ആൽമരം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാഴ്ചകൾ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറേ കടകളും കമ്പോളങ്ങളും. പിന്നെ ആ വഴിക്ക് നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാറൊക്കെ ചെല്ലാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ടൗണാണ് അന്യാർത്തുളു. അങ്ങനെ നമ്മളിപ്പോൾ അന്യാർത്തുളു വന്നു നിൽക്കുക കേട്ടോ. നല്ല പഴക്കമുള്ളൊരു പഴയകാല ടൗണാണ് ഈ അന്യാർത്തുളു സിറ്റിയൊക്കെ. ഏകദേശം ഒരു 10-75 വർഷത്തോളമായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു മേഖല തന്നെയാണേ. അപ്പം നമുക്ക് ഇതിന് ചുറ്റുവട്ടമുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണുകയും ചെയ്യാം. സിറ്റി കൂടെ ഒന്ന് കറങ്ങാം. ഈ ആൽമരമൊക്കെ കണ്ടോ, ഇത്ര വലിപ്പമുള്ളൊരു മരം അല്ലേ. അതിൻ്റെ ചുറ്റിലൊരു അതിൻ്റെ ചുവട്ടിലൊരു ടാക്സി സ്റ്റാൻഡൊക്കെ ഉണ്ട്. പിന്നൊരു അപ്പുറത്തെ അമ്പലത്തിൻ്റെ ഒരു കാണിക്ക വഞ്ചി, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തോട്ടൊക്കെ കടകളൊക്കെ കണ്ടോ, കടകളും ചെറിയ ചെറിയ കടകളാണെങ്കിൽ കുറച്ചധികം കടകളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ തട്ടിയുള്ള കടകളും ഒക്കെ ഉണ്ടോ. ഈ കടയിൽ കാണാൻ എന്നാ ഭംഗിയെന്ന് നോക്കി. പലതരം വീട്ടുപകരണങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കളർഫുള്ളായിട്ടുള്ളൊരു കട. പിന്നെ അപ്പുറത്തൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. വളരെ ഭംഗിയുള്ളൊരു ചെറിയ ടൗണാണ് അന്യാർത്തുളു. ഇതൊക്കെ ഇപ്പോഴൊക്കെ വന്നിരിക്കുന്ന കേട്ടോ. നമുക്ക് ഈ റോഡിനാണേ മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ റേഷൻ കടയൊക്കെ ആ സൈഡിൽ കാണാം.
ആ ഒരു സൈഡിലോട്ടാണ് ശരിക്കും ലൈറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഈ വഴി അപ്പുറത്തെ കൂട്ടാറിലൊക്കെ പോയി ഇറങ്ങുന്ന വഴിയാണേ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 2 കൊല്ലമായി ഇത് ഇത്ര നന്നായിട്ട് പണിതിട്ടിട്ടെ. അപ്പോൾ ഇവിടെ കൂടുതലും കൃഷിയിടങ്ങളിൽ കൂടെയുള്ള ഒരു വഴിയായിട്ടാണ് ഇത് പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് നല്ല വീടുകളും അങ്ങനെയുള്ള കുറേ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ടോണ്ട് പോകാം കേട്ടോ. പിന്നെ അപ്പുറത്തായിട്ട് നല്ല ഒരു അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് നമ്മൾ ഈ പോകുന്ന വഴിക്കാണ്. ഇവിടെയാണ് കേട്ടോ അയ്യപ്പ ക്ഷേത്രമുള്ളത്. എൻ്റെ ഒരു കാണിച്ചുവഞ്ചിയൊക്കെ അങ്ങനെയായിട്ട് നല്ല രസമില്ലെന്ന് വെച്ചാൽ ഈ പച്ച പായലാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി എന്ന് പറയാം കേട്ടോ. മഴ പെയ്തിങ്ങനെ പായൽ പിടിച്ചിട്ടേ. ഇവിടെയുണ്ട് വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ടോ. വലിയൊരു മരമാണേ. അതിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു ക്ഷേത്രവും കാണാം. തനി നാടൻ രീതിയിലുള്ള ഒരു മനോഹരമായൊരു ക്ഷേത്രം. അന്യാർതുളു ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പണ്ട് ഈ റോഡ് നന്നാവുന്നതിന് മുമ്പേ ഞാൻ ഇതിലെ ഒരു പ്രാവശ്യം വന്നപ്പോഴേ ഈ മേഖലയിൽ ഒരുപാട് ഏലം ഉണ്ടല്ലേ. ജനുവരിക്കാട്ടിന് അങ്ങോട്ട് അടിച്ചിട്ട് പിരിഞ്ഞ് പറഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടേക്കൊക്കെ കണ്ടമാനം ചൂട് കയറി വരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഈ ഏലമെല്ലാം നല്ല രീതിയിൽ ഇവിടെയൊക്കെ താഴെ മുകളിലെല്ലാം ഏലമാണ്. അതെല്ലാം പോകും, ഉണങ്ങിപ്പോവും. ഏലം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് മാത്രം ഉള്ളൊരു സസ്യമാണല്ലോ. ചെറിയൊരു കടയൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു കടയൊക്കെ അവിടെ ഉണ്ട്. നല്ല രസമല്ലേ ഈ റോഡല്ലേ. വീതി കുറഞ്ഞിട്ടാണെങ്കിലും പഴയ ഒരു കെട്ടിടം കിടക്കുന്നുണ്ട്. എത്ര പോലും പഴക്കമുണ്ടാവില്ലേ. ഈ റോഡൊക്കെ തീർത്ത് പോയി കിടക്കുന്ന സമയത്ത് ഞാൻ ഇതിലെ വന്നിട്ടുണ്ടേ. അയ്യോ, അന്ന് എന്ത് കഷ്ടപ്പെട്ടാ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയെന്നറിയോ. ഇപ്പം നല്ല അടിപൊളി റോഡായിട്ട് പണിതിട്ടുണ്ട്. ഓക്കെ, ഏലം കണ്ടോ. ഇവിടെ ഒരു വല്ലാണ്ട് കാറ്റുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഗത്തായിരുന്നു കൂടുതലായിട്ട് ഏലം പോയത് അന്ന് ഞാൻ വന്നപ്പോൾ കണ്ടത്. ശരിക്കും നമ്മളിങ്ങനെ ഈ ആനയൊക്കെ പിടിച്ച് പറിച്ച് തിരിച്ചു കളയല്ലേ, അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പുറകെ വരുന്ന കാറുകാർ ഈ കാർ അവിടെ നിർത്തിയിട്ടാണല്ലോ. അയാളുടെ വീട് ഈ വഴിക്ക് എവിടെയെങ്കിലും ആയിരിക്കുമല്ലേ. ഇവിടെ ഒരു ജംഗ്ഷൻ താഴെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓ, നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. മഴ പെയ്യുമെന്ന് പറയാൻ പറ്റിയല്ല. അവിടെ വല്ലാണ്ട് ഇരുട്ട് കയറിയും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇവിടുത്തെ പള്ളി കിട്ടി കേട്ടോ. തിരുക്കുടുംബ ഇടവക ദേവാലയം, കാഞ്ഞിരപ്പള്ളി രൂപത, നിർമ്മലാപുരം ഹോളി ഫാമിലി ചർച്ച്, നിർമ്മലാപുരം. അന്യാർതുളു നിർമ്മലാപുരമാണ് കേട്ടോ. ഇപ്പോൾ പള്ളിയുണ്ടോ. പക്ഷെ അതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ഇച്ചിരി പോയിട്ടുണ്ട്. പണ്ടൊരിക്കൽ നമ്മളിവിടെ വന്നപ്പോൾ പള്ളി കാണാൻ ഒത്തിരി ഭംഗിയുണ്ട്. ആ പെയിൻറ്റിംഗ് ഒക്കെ കൂടെ കൂടിയിട്ട് ഇപ്പം അത് ചെയ്യുമായിരിക്കും അവർ. കല്ലുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. ഫ്രണ്ടിലൊരു കുരിശടിയൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് കേട്ടോ. കല്യാണമോ പരിപാടിയൊക്കെ നടത്താവില്ലേ. എന്തായാലും ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഒരു കൊച്ചു മലയിലാണ് ഈ ഒരു പള്ളി ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് കാണാനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടല്ലേ. തിരുക്കുടുംബ ദേവാലയം, അന്യാർതുളു. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലോട്ട് പോകുന്ന വഴി ഇങ്ങനെയല്ലായിരുന്നു. ഇതുപോലെ 2 സൈഡ് വേലിക്കൊക്കെ ഇടയിൽ കൂടെ എങ്ങനെയായിട്ടല്ലേ. ആ പഴയകാല ഒരു വഴിയുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇതിലിങ്ങനെ പോയാൽ 1-2 വീടുകളുടെ ഇടയിലേക്ക് വീടുകളിലോട്ടൊക്കെ പോകുന്ന ചെറിയ വഴിയാണ്. ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഒരു പഴയ കടയൊക്കെ നോക്കി. പിന്നെ ഇവിടെ ഒരു കുരിശും തൊട്ടിയുണ്ട്. അങ്ങ് ദൂരെയായിട്ട് ഈ വിടവിൽ കൂടെ അവിടെ ഒന്ന് കാറ്റാടിയൊക്കെ കറങ്ങുന്ന കാണാം, രാമക്കൽമേട്ടിലെ. പിന്നെ ഇതിൻ്റെ താഴെ അതാണ് കേട്ടോ ജംഗ്ഷൻ. അവിടെ നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. നേരെ പോയാൽ വീടുകളുടെയൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണ്. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് വലിയൊരു വളവായത്. ഈ ഒരു
വളവിറങ്ങി വേണം നമ്മൾ താഴോട്ട് പോകാനായിട്ട്. പിന്നെ നമ്മൾ ആ മുകളിലോട്ടൊരു വഴി കണ്ടില്ലായിരുന്നു, ഒരു കോൺക്രീറ്റ് വഴി അങ്ങോട്ട് വന്നു. അത് പനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന കേട്ടോ. നമുക്ക് പക്ഷേ ഈ ബാലഗ്രാമിനൊക്കെ ഇറങ്ങുന്ന ഈ ഒരു വഴി, ബാലഗ്രാമാണ് ഇവിടെ മെയിനായിട്ട് അവർ കാണിക്കുന്ന ദൂരം. ഒരു മല ഇങ്ങനെ രണ്ടായിട്ട് തുറന്നു മാറ്റിയിട്ടുള്ള റോഡാണ് ഇതിലേ വരുന്നത് കേട്ടോ. നമ്മൾ വാഗമണിലൊക്കെ ചെന്നാൽ ഇതുപോലത്തെ കുറേ റോഡുകളൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ആ വഴി ഇങ്ങനെ താഴോട്ട് പോകുന്ന നോക്കി കുറേ ഭാഗം നല്ല ഇറക്കമായിരുന്നു കേട്ടോ. വീണ്ടും ഇറക്കം സ്റ്റാർട്ടായി, കുറച്ച് നിരപ്പ് വന്നിട്ട്. അതാണ് ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴോട്ട് നല്ല ഇറക്കമാണ്. ഇറങ്ങിയാണ് ബാലഗ്രാം ചെല്ലുന്നത്. ഇറക്കം വരുമ്പോൾ എനിക്കൊരു പ്രശ്നം കേട്ടോ. കാരണം ഞാൻ അങ്ങനെ വലിയതായിട്ട് വീഡിയോ എടുക്കില്ല. ചെറിയ ചെറിയ ഇതുപോലത്തെ ഇറക്കമാണ്, കുഴപ്പമില്ല. ഇവിടം കൊണ്ടൊക്കെ റോഡ് കുറച്ച് പാങ്ങുണ്ട് കേട്ടോ. പാങ്ങെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കുന്നു. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ നല്ല വഴി കേട്ടോ. ഈ ഒരു വഴിക്കൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പണിതിട്ട് 2-3 കൊല്ലം ആയതാണ്. പക്ഷേ ഇതിൽ വലിയ വണ്ടികളൊന്നും അങ്ങനെ അധികം വരാറില്ല. ഈ വലിയ വാഹനങ്ങൾ വന്ന് ടോറസ് പോലുള്ള വാഹനങ്ങൾ വരുമ്പോഴാണ് പോകുന്നത്. ഒരു വീട് കിടക്കുന്ന നോക്കി, ഇവിടെ ആരും ഇല്ലേ, ഇവിടെ കാട് പിടിച്ച് കിടക്കുക. നമ്മുടെ ഹൈറേഞ്ചിലും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ വീടുകൾ, പത്തനംതിട്ട ജില്ല മാത്രമല്ല. ഇതിൻ്റെ താഴ്ഭാഗം നോക്കേണ്ട കാര്യമില്ല, ഇതുകൊണ്ട് ഏലമാണ് മൊത്തം. പക്ഷേ ഈ ഒരു ഗ്രാമപാത എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇങ്ങനത്തെ റോഡൊക്കെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അധികം വാഹന ശല്യമില്ല, ഒന്നുമില്ല. ചേട്ടൻ ഓസ് വലിച്ചുകൊണ്ട് പോകുന്നേ കേട്ടോ. നിരന്ന റോഡാണ് ഇവിടെയൊക്കെ വരുമ്പോൾ. ഇപ്പോൾ ബാലഗ്രാം വരെ നിരപ്പായിരിക്കും. ഇതൊരു പഴയ കട ഉണ്ടോ, പണ്ട് അങ്ങനത്തെ കടകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നേ. ഇവിടേക്ക് വന്നപ്പോൾ കുറച്ച് വെട്ടവും വെയിലും ഒക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ അപ്പുറത്തുനിന്ന് കുറച്ച് വെയിൽ കിട്ടിയ പോലെ. പക്ഷെ പെട്ടെന്ന് തന്നെ മൂടലങ്ങ് കയറി ബാധിക്കുകയാണേ. മഴ നല്ലപോലെ ഒന്ന് പെയ്തു പോയില്ലെങ്കിൽ വളരെ മോശം കാലാവസ്ഥയാവുമല്ലോ. ഇല്ലെങ്കിൽ ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും അസുഖമൊക്കെ ബാധിക്കുവേ. പനി, ജലദോഷവും അങ്ങനെ കുറേ. ഇവിടെ ഒരു കടയുണ്ട്, കടയിലോട് സാധനമൊക്കെ കൊടുക്കുക. നമ്മുടെ മുന്നിൽ വന്നൊരു വണ്ടിക്കാരാണ് അവർ റൂട്ടുകളിൽ പോയിട്ട് ഇങ്ങനെ ഈ ചെറിയ ചെറിയ കടകളിലൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കി. ഇപ്പോൾ ആർക്കും ഒന്നും മേടിക്കാൻ പോകണ്ടല്ലോ, എല്ലാം കടയുടെ മുറ്റത്ത് വരും. അവിടെ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചാൽ മതി. ഒരു കണക്കിന് അവർക്ക് അതാ ലാഭം കേട്ടോ. ഇനി അതാ ഇങ്ങനെയുള്ള ഒരു വഴിയാണ്. ഇനി അങ്ങോട്ട് ഇറക്കമാണോ അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ വന്നിറങ്ങിയ റോഡ് താഴോട്ട് പോയ ബാലഗ്രാം കേട്ടോ, ഇങ്ങോട്ട് പോയ കൂട്ടാറാണ്. അത് കൂട്ടാറിന് പോകുന്ന വഴി. നമുക്ക് പോകേണ്ടത് ആ ഒരു റൂട്ടിലൊക്കെ അങ്ങനെയാണ്. ബാലഗ്രാമിലോട്ട് പോയാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് നെടുങ്കണ്ടം ആ ഒരു ഭാഗത്തോട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ വന്ന് ഇറങ്ങിയ ഒരു വഴിയുണ്ടോ, ഈ ഒരു ജംഗ്ഷൻ, അവിടെ നിന്നായിരുന്നു ഇങ്ങോട്ട് വന്നത്. നല്ല അടിപൊളി ഒരു റോഡല്ലായിരുന്നു, ചെറുതാണെങ്കിലും. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ വരെ ശാന്തിഗിരി ആശ്രമത്തിലോട്ട് പോകുന്നൊരു വഴിയാണ്. ഞാനത് ശാന്തിഗിരി ആശ്രമത്തിൽ പോകാനല്ല, ഇവിടെ ചെറിയ പാലമുണ്ട് കേട്ടോ. നല്ല രസമത് കാണാനായിട്ടേ, പച്ചപ്പൊക്കെ ആയിട്ട്. ഒരു ജീപ്പൊക്കെ കിടപ്പുണ്ടേ. ആ വഴിക്ക് അങ്ങനെ കയറിയിട്ട് നമുക്ക് രാമക്കൽമേടിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോകാം. അതിലെ പോയിട്ട് അവിടെ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാർ ഭാഗത്തേക്കൊക്കെ അതിലെ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാലത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊന്ന് കാണാം. ഇടുങ്ങിയൊരു പാലം, വെള്ളമൊക്കെ ഉണ്ടോന്നേ, നല്ല രസമല്ലേ. സൈഡിലെല്ലാം നല്ല പച്ചപ്പുള്ള പുല്ലൊക്കെ ആയിട്ട്. പുഴയിലങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ പുഴയൊക്കെ ഉണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിലോ നവംബറിലൊക്കെ ആയിട്ട് നിറഞ്ഞ് കയറിയിട്ടേ പ്രദേശം മുഴുവൻ നശിപ്പിച്ചാണ്. ഇതുണ്ടോ, ഇങ്ങോട്ടും അക്കരയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന, വീടുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങളൊക്കെ. ഈ ഒരു തരം പുല്ലുണ്ട്, നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇതിൻ്റെ ഇടയ്ക്കൂടെ പുഴ ഇങ്ങനെ കാണാം. പുഴയൊക്കെ അന്നേരം എന്തേരം നിറഞ്ഞു കയറിയിട്ടുണ്ടെന്നറിയോ. കൂട്ടാറൊക്കെ ഒഴുക്കിക്കൊണ്ട് വന്ന പുഴയത്. ഞാനിപ്പം ഫോക്കസിൽ വരുന്നത് അധികം കുറവാട്ടോ. നമ്മളെ കാണേണ്ട കാര്യമില്ലല്ലോ ആൾക്കാർക്കല്ലേ. ഗ്രാമക്കാഴ്ചകളാണല്ലോ നമ്മുടെ ഉന്നം, അത് കണ്ടാൽ മതിയല്ലോ അല്ലേ. പിന്നെ നമുക്ക് വഴിയിലോട്ട് കയറിയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഇനിയിപ്പോൾ
ഇപ്പം നമ്മൾ കയറി ചെല്ലുന്നത് തേർഡ് ക്യാമ്പിലോട്ടാണ് കേട്ടോ. തേർഡ് ക്യാമ്പിലോട്ട് അഞ്ഞാറുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മറ്റൊരു വഴി ഉണ്ടായിരുന്നേ. അത് ആദ്യകാലത്തുണ്ടായിരുന്നൊരു പഴയ വഴിയാണ്. തേർഡ് ക്യാമ്പിൻ്റെ ചരിത്രമൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ. എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. തേർഡ് ക്യാമ്പ് എന്നാണ് പറയുന്നത്. പണ്ട് ഈ പോലീസുകാരൊക്കെ ക്യാമ്പ് ചെയ്ത സ്ഥലമാണോ, അതിനാണോ തേർഡ് ക്യാമ്പ് എന്ന് പറയുന്നത്? മിലിറ്ററിയോ പോലീസോ ഒക്കെ. ഇതാണ് തേർഡ് ക്യാമ്പ്. അതിൻ്റെ അപ്പുറത്തൊരു നല്ലൊരു അമ്പലമൊക്കെ ഉണ്ടേ. തേർഡ് ക്യാമ്പിലെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. തേർഡ് ക്യാമ്പ് നമ്മളിവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നേ. ചോറിനാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ ചോറില്ല അവിടെ. ചോറൊക്കെ നേരത്തെ തീർന്നു പോയി. തേർഡ് ക്യാമ്പിലെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് താഴെയായിട്ട് ഒരു സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ താഴോട്ട് പോകുന്നൊരു വഴിയൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ തേർഡ് ക്യാമ്പിൽ. ഇതുണ്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ളൊരു LP സ്കൂൾ. ഇത് കുറേ പഴക്കമുള്ളൊരു സ്കൂൾ തന്നെ കേട്ടോ. അതിൻ്റെ വർഷം ഇവിടെ കാണിക്കുന്നില്ല. ഇതിൽ നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഈ വഴിസയിൽ കണ്ടോ ഒരു പഴയ കിണറൊക്കെ കണ്ടോ. അതും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പഴയ കാലത്തുള്ള കിണറാണ്. പിന്നെ അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണാം. അമ്പലത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം അമ്പലം പുറത്തോടെ നമുക്കങ്ങനെ കാണത്തില്ല. ഇവിടെ ഒരു വലിയ ആൽവൃക്ഷമൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് അവിടെ ഒരു മുസ്ലിം ദേവാലയം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, അതും കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ അപ്പുറത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെ കാണാം നമുക്ക് കേട്ടോ. കണ്ടോ, തേർഡ് ക്യാമ്പിലെ മഹാദേവക്ഷേത്രം. അവിടെ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പറ്റി കേട്ടോ. ഇവിടെ ഒരു ജനതാ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ടേ. തേർഡ് ക്യാമ്പിലൊരു പമ്പൊക്കെ ഉണ്ട് കേട്ടോ, പെട്രോൾ പമ്പൊക്കെ. ഇവിടെ ഒരു വാഹന പുക പരിശോധന കേന്ദ്രമുണ്ട്. അതിന് മേളിൽ നല്ല മനോഹരമായൊരു വീടുണ്ട്. പിന്നെ അവിടെ ഒരു നല്ലൊരു കുരിശുപള്ളിയൊക്കെ കണ്ടോ. തേർഡ് ക്യാമ്പിലെ കാഴ്ചകളെ മുന്നോട്ട് പോയാൽ അവിടെ പുഴയിലോട്ടൊക്കെ ഇറങ്ങുന്ന ചെറിയൊരു ഗ്രാമത്തിലോട്ട് പോകുന്ന വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ കണ്ടോ, ഇവിടുത്തെ പഴയകാലത്തെ ഒരു വീടാണ് അതെ. പക്ഷേ ഇപ്പോൾ അതൊരു കച്ചിപ്പരയാണ്. കന്നാലിക്കൊക്കെ തീറ്റയൊക്കെ കൊണ്ടുവെക്കുന്ന ഈ നെല്ലിൻ്റെ കച്ചിയൊക്കെ കൊണ്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് അങ്ങനെ പോയിട്ട് അവിടെ കണ്ടോ ഒരു പാറമേക്കാവൽ എന്ന് എഴുതിയേക്കുന്നത് ഒരു ആർച്ചൊക്കെ കിട്ടിയിരിക്കുന്നത്. അതിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു പാലമായത് കേട്ടോ. ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ. ഇത് കഴിഞ്ഞ കൊല്ലത്തെ വെള്ളപ്പൊക്കത്തിൽ ഈ പാലത്തിൻ്റെ കൈവരി എല്ലാം തകർന്നു പോയി കേട്ടോ. നോക്കിയേ, കൂട്ടാറ് പുഴ ഒഴുകി വരുന്നു. കൂട്ടാറ് പുഴ അതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഇടിച്ച് കയറി വന്നു വെള്ളമേ. അതിന് ശേഷം പുഴ ഇങ്ങനെ താഴോട്ട് ഒഴുകുന്നു. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലായിരുന്നു. പ്രദേശമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വെള്ളം കയറി. ഇതിലൊക്കെ വെള്ളം കയറിയെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ കടക്കാരുണ്ട്, അവരുടെ തിണ്ണലും അന്ന് ഞാൻ വന്ന് ഇവിടെ എല്ലാം കണ്ടായിരുന്നേ. വല്ലാത്ത വെള്ളക്കയറ്റമായിരുന്നു. ഈ കൊല്ലം അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ അതിനുള്ള മഴയൊന്നും ഇപ്രാവശ്യം പെയ്തിട്ടില്ല. ഈ വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലോട്ടൊക്കെ പോയിട്ട് അപ്പുറത്തൂടെ പോയി നമുക്ക് കൂട്ടാറൊക്കെ പോയി ഇറങ്ങാവേ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ നല്ലൊരു വഴിയാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കട്ടറുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കോളേജ് 1200 മീറ്റർ അപ്പുറയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് 1 കിലോമീറ്റർ മിച്ചം ദൂരമുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേ ഒരുപാട് ലെങ്ത്ത് പല പല പ്രദേശങ്ങളായിട്ടാണ് കേട്ടോ. ഇവിടുന്ന് വഴി തിരിഞ്ഞിട്ട് നേരെ പോയ പ്രകാശ് ഗ്രാം തൂക്കുപാലത്തിൻ്റെ ഭാഗത്തോട്ട് കാറ്റാടിപ്പാടത്തോട്ടൊക്കെ പോകാവേ. നമ്മൾ വന്ന വഴി തേർഡ് ക്യാമ്പ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാർ ഭാഗത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം. ഇവിടെ കുറച്ച് കയറ്റമുള്ള വഴിയാണ് കേട്ടോ. നല്ല കയറ്റമുണ്ട്. നല്ല അടിപൊളി ഗ്രാമങ്ങളാണ്. അതൊക്കെ തെങ്ങും അതും ഇതൊക്കെ ആയിട്ട് കൃഷികളും ഒക്കെ ആയിട്ടല്ലേ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമക്കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട്.
ഇവിടുന്ന് വലത്തോട്ട് കൂട്ടാർ. ഈ റോഡൊക്കെ ഈ കഴിഞ്ഞിടയ്ക്ക് പണിത കേട്ടോ. കൂട്ടാറ്റിൽ നിന്ന് നേരെ ഇങ്ങനെ നമുക്ക് ആ പ്രകാശ് ഗ്രാമിലോട്ടൊക്കെ പോകാവുന്ന വഴി ചെയ്തേ. ആ മേഖലയൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന. നമുക്ക് ഒരു ദിവസം ആ വഴിക്കൊരു വ്ലോഗ് പോകണം. ഇന്നിപ്പോൾ ഇങ്ങനെ പോയിട്ട് നമുക്ക് കൂട്ടാർ പാലത്തിൻ്റെ അവിടെ ഇറങ്ങി തീർക്കാം. അതായിരിക്കും നല്ലതല്ലേ. അങ്ങനെ ആ വഴിക്കൂടെ ഇറങ്ങി വന്നിട്ട് നമ്മളിവിടെ ഇപ്പോൾ കൂട്ടാർ പാലത്തിൻ്റെ അവിടെ വന്നിറങ്ങി കേട്ടോ. കൂട്ടാർ പാലം കണ്ടോ. ഇതൊക്കെ ഈ ഹൈവേ റോഡായിട്ട് പണിതപ്പോൾ ആ കൂട്ടത്തിൽ പുതുക്കി പണിത പാലങ്ങളാണ്. പണ്ടൊക്കെ ഇവിടെയൊക്കെ ചെറിയ പാലമൊക്കെ ആയിരുന്നു. പിന്നെ അപ്പുറത്ത് കൂട്ടാറിൽ നമുക്ക് അങ്ങോട്ട് പോകാം, ടൗണിലോട്ടൊക്കെ പോകാതെ. ഇതാണ് പുഴയുടെ ഒക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. അതൊക്കെ കാണാം. കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നപ്പോഴേ ഈ തോട്ടിൽ കൂടെ ആയിരുന്നു കൂട്ടാറ്റിൽ നിന്ന് അവിടുന്ന് ഒരു ട്രാവലറൊക്കെ ഒഴുകി പോകുന്നത് കേട്ടോ. ഈ പുഴയിൽ താഴെ അവിടെ മോളി വന്നിട്ടായിരുന്നു അവരതിന് പൊക്കിയെടുത്തൊക്കെ. അവിടെ ഇപ്പോഴും അവിടെ വല്ലതും കിടപ്പുണ്ടോയെന്ന് അറിയത്തില്ല. ഇല്ല, അതെല്ലാം വലിച്ചു കയറ്റി അവർ. ഈ പുഴ കലിപ്പനായി പോയായിരുന്നു കേട്ടോ. കൂട്ടാർ ഷാപ്പ് നോക്കിയാൽ മുകളിലൊരു നല്ല മനോഹരമായൊരു വീടൊക്കെ ഇരിക്കുന്നത്. ഒരുപാട് ഭംഗിയുള്ള കുറേ കാഴ്ചകൾ ഈ പാലത്ത് നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോഴെങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പുളിയമ്മല, കന്യാർതുളു, പുളിയമ്മല റോഡ്, പോലീസ് വളവ്, പിന്നെ തേർഡ് ക്യാമ്പ്, കൂട്ടാർ, ഇവിടം വരെയൊക്കെ നമ്മൾ വന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഹൈപ്പൊക്കെ ചെയ്യുക. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.